ഹരേ കൃഷ്ണ. ഞാൻ രാധാംബിക ദേവിദാസി. ദിവ്യ ഭാഗവതം എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ ഏറ്റവും സ്ഥാപകാചാര്യനായിട്ടുള്ള ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് ഹിസ് ഹോളിനെസ് വേദവ്യാസപ്രിയ സ്വാമി മഹാരാജ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡിസൈപ്പിളാണ് ഞാൻ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രത്യേക കടാക്ഷത്തിന് പാത്രമായിട്ടുള്ള തട്ടയൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ആ ഒരു അനുഗ്രഹത്താലാണ് ശ്രീമദ് ഭാഗവതം വായിക്കാനും അതിനെക്കുറിച്ച് അറിയാനുള്ള ഭാഗ്യമുണ്ടായത്. പിന്നീട് വൃന്ദാവനത്തായിട്ടുള്ള ബന്ധം സാധിച്ചു. വൃന്ദാവനത്തിലെ ഗൗഡിയ സമ്പ്രദായത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന്മാരെ കുറിച്ച് അറിയാൻ സാധിച്ചു. ഹിസ് ഹോളിനെസ് വേദവ്യാസപ്രിയ സ്വാമി മഹാരാജൻ്റെ അനുഗ്രഹത്തോടു കൂടെ ആണ് ഞങ്ങൾ ഈ ഒരു ചാനൽ ആരംഭിക്കുന്നത്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രീമദ് ഭാഗവതത്തിന് 10 ലക്ഷണങ്ങളാണ് അത് ഉൾക്കൊള്ളുന്നത്. ഭഗവത്ഗീതയ്ക്ക് 5 ലക്ഷണങ്ങളാണ് എന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിന് 10 ലക്ഷണങ്ങളാണ്. ഈ 10 ലക്ഷണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിനെ മഹാപുരാണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ലക്ഷണമാണ് സർഗം. മഹാവിഷ്ണുവിൽ നിന്നും വിഷ്ണു ഭഗവാനിൽ നിന്നും എല്ലാം ഉണ്ടായത്. അത് തൃതീയ സ്കന്ധത്തിൽ അതിനെക്കുറിച്ചിട്ട് വർണ്ണിക്കുന്നു. രണ്ടാമത്തെ ലക്ഷണം വിസർഗം എന്നതാണ്. മഹാവിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടാവുന്നു. ആ ബ്രഹ്മാവിനാൽ സംഭവിക്കുന്ന സൃഷ്ടിയെക്കുറിച്ചിട്ട് 4ാമത്തെ സ്കന്ധത്തിൽ വിവരിക്കുന്നു. 5ാമത്തെ സ്കന്ധം സ്ഥാനം എന്നതാണ്. ഓരോ ജീവൻ്റെയും താല്പര്യമനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന ശരീരത്തിൽ ഭൗതികമായിട്ടുള്ള മോഹങ്ങൾ മോഹത്താൽ എവിടെയെങ്കിലും അവർക്ക് സ്ഥാനം ലഭിക്കുന്നു. അതാണ് പഞ്ചമസ്കന്ധത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, സ്ഥാനം എന്നത്. 4ാമത്തെ ലക്ഷണമാണ് പോഷണം. 2 വിധത്തിലുള്ള ജീവന്മാരുണ്ട്. മുക്താത്മാക്കളായിട്ടുള്ളവർ, ബദ്ധാത്മാക്കളായിട്ടുള്ളവർ. അപ്പോൾ ബദ്ധാത്മാക്കൾക്ക് ഇവിടെ ഭൗതിക ശരീരത്തിൽ ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സംരക്ഷണവും ഭഗവാൻ കൊടുക്കുന്നു. മുക്താത്മാക്കൾക്കും ഭഗവാന്റെ സംരക്ഷണത്തിൽ പ്രത്യേക സംരക്ഷണം ഒരുക്കുന്നു ഭഗവാൻ. അതാണ് പോഷണം എന്ന 6ാമത്തെ സ്കന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7ാമത്തെ സ്കന്ധം എന്നത് ഊതി എന്നാണ്. ഊതി എന്നത് കർമ്മവാസനകൾ. അപ്പോൾ ആ വാസനകൾ സഞ്ചിതമായ കർമ്മത്തെ ഭൗതികതയിലേക്ക് നയിക്കുന്നു. പ്രചോദനം എന്നും അതിന് പറയും. ആത്മീയമായ മാർഗത്തിലേക്കും നയിക്കുന്നു. പ്രഹ്ലാദൻ, ഹിരണ്യകശിപു, ഇവർ 2 പേരും ഉദാഹരണമാണ് ഇതിന്. പ്രഹ്ലാദൻ ആത്മീയതയുടെ ഉദാഹരണമാണ്. ഹിരണ്യകശിപു ഭൗതികതയുടെ ഉദാഹരണമാണ്. 7ാമത്തെ സ്കന്ധത്തിൽ അതിനെക്കുറിച്ചിട്ട് വിവരിക്കുന്നു. പിന്നെ 6ാമത്തെ ലക്ഷണം മന്വന്തരമാണ്. 8ാമത്തെ സ്കന്ധത്തിലാണ് മന്വന്തരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നത്. മന്വന്തരത്തിൽ മാറി മാറി വരുന്ന മനുക്കൾ ധർമ്മസംരക്ഷണത്തിനായിട്ട് ആത്മസംസ്കാരത്തിലേക്ക് എത്താനുള്ള പ്രവൃത്തികളെ ഉദ്ദേശിച്ചാണ് ഈ മന്വന്തരങ്ങളെക്കുറിച്ച് പറയുന്നത്. അത് 8ാമസ്കന്ധത്തിലാണ് അതിനെക്കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ 7ാമത്തെ ലക്ഷണമാണ് ഈശാനുകഥ. അവതാരങ്ങളുടെ ചരിത്രമാണ് 9ാമസ്കന്ധത്തിൽ ഈശാനുകഥ എന്ന പേരിൽ ഇവിടെ ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്നത്. ഭഗവാന്റെ ലീലാസ്മരണത്തിൽ കൂടെ ഭഗവത് ധാമത്തിലെത്തിയ ഭക്തന്മാരുടെ ചരിത്രം 9ാമസ്കന്ധത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. പിന്നെ 8ാമത്തെ ലക്ഷണം നിരോധം എന്നുള്ളതാണ്. അത് ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. 12ാമത്തെ സ്കന്ധത്തിലാണ് നിരോധം എന്നതിനെ കുറിച്ചിട്ട് പറയുന്നത്.
അതായത് ഭൗതികതയിലുള്ള ജീവനും ഭഗവാനിൽ ലയിക്കുന്നുണ്ട്. എന്നാൽ ഭൗതികതയിലുള്ള ജീവൻ വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്ന സമയത്ത് വീണ്ടും ശരീരങ്ങൾ മാറി എടുക്കേണ്ടതായിട്ട് വരുന്നു എന്നതാണ്. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ആത്മീയമായിട്ടുള്ള മാർഗത്തിലൂടെ ഉയരുക എന്നതാണ്. അപ്പോൾ 9ാമത്തെ ലക്ഷണം മുക്തി എന്നതാണ്. മുക്തി എന്ന ആത്യന്തികമായ ലക്ഷ്യം നമ്മൾക്ക് ഭഗവാന്റെ ഈ ബന്ധനത്തിൽ നിന്നും മോചനം കിട്ടിയിട്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് ഏകാദശ സ്കന്ധത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ 10ാമത്തെ ലക്ഷണമാണ് ആശ്രയം എന്നത്. ദശമസ്കന്ധം ആശ്രയത്തിനെ കുറിച്ചിട്ട് പറയുന്നു. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം. ഈ 9 ലക്ഷണങ്ങളും പറയുന്നത് ദശമസ്കന്ധം കേൾക്കാനായിട്ട് നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ്. അപ്പോൾ എല്ലാ ജീവന്മാർക്കും ആത്യന്തികമായിട്ടുള്ള ആശ്രയം ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് മാധുര്യ പ്രേമഭക്തിയിൽ കൂടെ എങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് എത്തിച്ചേരാം എന്നത് ദശമസ്കന്ധത്തിൽ കൂടെ പ്രതിപാദിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നു. ആരാധ്യോ ഭഗവാൻ വ്രജേശതനയ തദ്ധാമ വൃന്ദാവനം പുണ്യാ രമ്യാ കാചിതുപാസന വ്രജവധൂവർഗേണ യാ കൽപ്പിത ശ്രീമദ്ഭാഗവതം പ്രമാണമമലം പ്രേമപ്പുമർത്ഥോ മഹാൻ. ശ്രീ ചൈതന്യ മഹാപ്രഭോർമതമിതം തത്രാദൃത ന പരാം. ആരെയാണ് ആരാധിക്കേണ്ടത്? ആരാധ്യോ ഭഗവാൻ പ്രദേശതനയ, നന്ദനന്ദനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ആരാധിക്കേണ്ടത്. അവിടുത്തെ ധാമം ഏതാണ്? തദ്ധാമ വൃന്ദാവനം. വൃന്ദാവനത്തിലെ നന്ദനന്ദനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ ആരാധിക്കണം? രമ്യാ കാചിതുപാസന. അതായത് എങ്ങനെയാണോ ഗോപികമാർ പ്രേമഭാവത്തോടുകൂടെ ഭഗവാനെ ആശ്രയിച്ചത്, ഭഗവാനെ സേവിച്ചത്, അതേ ഭാവത്തിൽ ഭഗവാനെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് പ്രേമപ്പുമർത്ഥോ മഹാൻ. അതായത് അവന് ഓരോ ജീവൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ആ ഗോപികമാരുടെ പ്രേമഭാവത്തിനെ അറിയുക എന്നുള്ളതും അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതും ആണ്. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അഭിപ്രായം ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചിട്ട്. ശ്രീമദ് ഭാഗവത ധർമ്മത്തിനെ സ്ഥാപിക്കാനായിട്ട് അവിടുന്ന് 500 വർഷങ്ങൾക്ക് മുമ്പേ അവതരിച്ചു. രാധാകൃഷ്ണന്മാരുടെ പരിപൂർണമായിട്ടുള്ള ആ രൂപം ഒന്നിച്ചു ചേർന്നതാണ് ചൈതന്യ മഹാപ്രഭു. ഹരേ കൃഷ്ണ.